തിരുവനന്തപുരം നെടുമങ്ങാട് 19-കാരൻ ഷോക്കേറ്റ് മരിച്ച വാർത്തയിലേക്കാണ്. പനയമട്ടം സ്വദേശി അക്ഷയാണ് മരിച്ചത്. പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ നിന്നാണ് ഷോക്കേറ്റത്. പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഉമേഷ്, വലിയ സങ്കടകരമായ ഒരു വാർത്തയാണ്. നേരത്തെ അതിൻ്റെ പ്രാഥമികമായി ലഭ്യമായ വിവരങ്ങൾ നമ്മൾ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിച്ചിരുന്നു. ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ ഉമേഷ്? 3 പേരായിരുന്നു ഈ ബൈക്കിലുണ്ടായിരുന്നത്. അതിൽ 2 പേർ രക്ഷപ്പെട്ടിട്ടുണ്ട്. അവർക്ക് മറ്റു പരിക്കുകളില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. അതേസമയം അക്ഷയുടെ മൃതദേഹം ഇപ്പോൾ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു പ്രദേശം, ഇത് കുറച്ച് ഒഴിഞ്ഞ പ്രദേശമൊന്നുമില്ല, ടൗൺ തന്നെയാണ്, ഈ നഗരപ്രദേശം തന്നെയാണ്. അപ്പോൾ എന്താണ് ഈ മരം ഒടിഞ്ഞ് നേരെ പോസ്റ്റിലേക്ക് വീഴുകയും പോസ്റ്റ് പൂർണ്ണമായി തകർന്ന് റോഡിലേക്ക് മറിഞ്ഞ അവസ്ഥയിലായിരുന്നു. ഈ വാഹനം ഓടിച്ചിരുന്നത് അക്ഷയ്, ഇരുചക്ര വാഹനമാണ്. ഇരുചക്ര വാഹനം ഓടിച്ചിരുന്നത് അക്ഷയ് തന്നെയാണ്. അക്ഷയാണ് ഈ വാഹനം ഓടിച്ചിരുന്നത്. അപകടത്തിൽ, കാരണം നേരിട്ട് ഇലക്ട്രിക് പോസ്റ്റുകളിൽ നിന്നുള്ള ലൈനുകൾ നേരെ അക്ഷയുടെ ദേഹത്തേക്കാണ് തട്ടിയത്. നേരിട്ട് തട്ടുകയായിരുന്നു ഉണ്ടായിരുന്നത്. തുടർന്ന് മറിഞ്ഞു വീഴുകയാണുണ്ടായിരുന്നു. തൊട്ട് പിറകിലുണ്ടായിരുന്ന 2 പേർ, ഒരു സ്കൂട്ടറിൽ 3 പേരുണ്ടായിരുന്നു. അതിൽ 2 പേർ അപ്പോൾ തന്നെ പുറത്തേക്ക് ബൈക്ക് വീഴുന്നതിനനുസരിച്ച് അവർ ഈ മറ്റു സൈഡിലേക്ക് നേരെ എതിർ ദിശയിലേക്ക് വീഴുകയാണുണ്ടായത്. അതുകൊണ്ടാണ് അവർ കൂടുതൽ പരിക്കില്ലാതെ രക്ഷപ്പെടുകയും ചെയ്തത്. എന്തായാലും അക്ഷയുടെ മൃതദേഹം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. ഇപ്പോഴും ഒരു കാരണം, നമുക്ക് ഈ അപകട കാരണം മരം കടപുഴകി പോസ്റ്റിലേക്ക് വീഴുകയും പോസ്റ്റ് പൂർണ്ണമായി തകർന്ന റോഡിലേക്ക് വീഴുകയുമാണ് ഉണ്ടായത്. അതിൽ ഏതെങ്കിലും രീതിയിലുള്ള അനാസ്ഥകൾ ഉണ്ടായിട്ടുണ്ടോ, ആരുടെ ഭാഗത്ത് ഒരുപാട് മണിക്കൂറുകളോളം ഇത് പോസ്റ്റ് തകർന്ന് അവിടെ കിടപ്പുണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് പ്രദേശത്ത് എത്തിയതിനു ശേഷം മാത്രമേ നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ. നമ്മൾ ഈ എന്തായാലും ജില്ലാ ആശുപത്രിയിൽ മൃതദേഹം സൂക്ഷിച്ചിട്ടുണ്ട്. നാട്ടിനെ വളരെ സങ്കടകരമാക്കുന്ന വിഷയം കൂടിയാണ്. കാരണം 19-കാരനായ ചെറുപ്പക്കാരനാണ്. അദ്ദേഹം ജോലിക്ക് പോയിട്ട് തിരികെ വീട്ടിലേക്ക് വരുന്ന സമയമായിരുന്നു. ഞായറാഴ്ച കാറ്ററിംഗ് ജോലിക്ക് പോയി തിരികെ വീട്ടിലേക്ക് വരുന്ന സമയമായിരുന്നു. രാത്രിയാണ്, പുലർച്ചെ 2 മണിയോടുകൂടി വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഈ അപകടം സംഭവിക്കുന്നത്. എന്തായാലും ദാരുണമായ സംഭവം. എന്തായാലും കൂടുതൽ ദൃശ്യങ്ങൾ നമ്മൾ പുറത്തേക്ക് വിടുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട പ്രദേശത്തെ ദൃശ്യങ്ങൾ. ഇരുചക്ര വാഹനം എപ്പോഴും ആ റോഡിൽ തന്നെ കിടപ്പുണ്ട്. ലൈനിൽ വൈദ്യുതി പൂർണ്ണമായി വിച്ഛേദിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. എന്തായാലും വിച്ഛേദിച്ച ശേഷം തന്നെയാണ് അക്ഷയ് അവിടെ നിന്ന് മാറ്റി നേരെ ജില്ലാ ആശുപത്രിയിലേക്ക് മൃതദേഹം കൊണ്ടുപോയത്. അവിടെ എത്തിക്കുമ്പോൾ തന്നെ മരണം സ്പോട്ടിൽ തന്നെ സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉമേഷ്, ഈ ഒപ്പം കൂട്ടുകാരും ഉണ്ടായിരുന്നു. അവരുടെ ആരോഗ്യനില, അവർക്ക് എന്തെങ്കിലും പരിക്ക് പറ്റുന്ന നിലയോ മറ്റോ ഉണ്ടായിട്ടുണ്ടോ? ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്താണ്? അവരെ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയതെന്നാണ് ആദ്യഘട്ടത്തിൽ മനസ്സിലായത് ഉമേഷ്. തീർച്ചയായും വീഴ്ചയിലുണ്ടായ അപകടം മാത്രമേ അവർക്ക് ഇപ്പോൾ ഉള്ളൂ. വൈദ്യുതി ഷോക്ക് ഏറ്റിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. വീഴ്ചയിലുണ്ടായ അപകടം അവർക്കുണ്ട്. ചെറിയ പരിക്കുകൾ മാത്രമേ ഉള്ളൂ. അത് സാരമായ പരിക്കുകളാണ് എന്നുള്ളതാണ് ആശ്വാസകരം. എന്തായാലും അക്ഷയ് മാത്രമാണ് ഈ ഒരു അപകടത്തിൽ ഇരയാക്കപ്പെട്ടത്, അല്ലെങ്കിൽ പൂർണ്ണമായി മരണത്തിന് കീഴടങ്ങേണ്ടി വന്നത്. മറ്റു 2 പേരും, സുഹൃത്തുക്കളായ 2 പേരും രക്ഷപ്പെട്ടിട്ടുണ്ട്. അവരുടെ ഇപ്പോൾ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ അവരുണ്ട്. എന്തായാലും നാടിനെ തന്നെ നടുക്കിയ ഒരു അപകടം. പുലർച്ചെ ഉണരുന്നത് ഈ ഒരു ദുരന്ത വാർത്ത കേട്ടുകൊണ്ടാണ് എന്നുള്ളതാണ് ഒരു വിഷമകരം. 19 വയസ്സുകാരായ ചെറുപ്പക്കാരൻ വീട്ടിന് വേണ്ടി, കുടുംബം നോക്കാൻ വേണ്ടി ജോലിക്ക് പോയിരുന്ന ചെറുപ്പക്കാരൻ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ തന്റേതല്ലായ കാരണത്താൽ റോഡിൽ തകർന്നു മറിഞ്ഞു വീണ മരത്തിൽ തട്ടി കടപുഴകി വീണ ഇലക്ട്രിക് പോസ്റ്റ് തട്ടി ഷോക്കേറ്റ് മരിക്കുന്നു എന്നുള്ളൊരു വാർത്ത ദാരുണമായ സംഭവമാണ്, സങ്കടകരമായ സംഭവമാണ്. എന്തായാലും തുടർ അന്വേഷണങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. എന്തായാലും ആശ്വാസകരം, ഈ അക്ഷയ്ക്കൊപ്പം ബൈക്കിലുണ്ടായിരുന്ന 2 പേരും വലിയ ഗുരുതരമല്ലാത്ത പരിക്കുകൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. അവർക്ക് ജീവൻ തിരിച്ചു കിട്ടി എന്നുള്ളതും, ഈ വലിയൊരു അപകടം മുന്നിൽ നിന്ന് അവർ രക്ഷപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും, എങ്കിലും കൂടെ ഉണ്ടായിരുന്ന തങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്തിനെ, കൂട്ടുകാരനെ നഷ്ടപ്പെട്ട വേദനയോടുകൂടി അവർ എപ്പോഴും ആശുപത്രിയിൽ തന്നെ ഉണ്ട്. ശരി, ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടായത്. ഒരുപക്ഷെ ആരുടെയും ശ്രദ്ധയിൽ ആദ്യഘട്ടത്തിൽ അത് പെട്ടിട്ടുണ്ടാവില്ല. ഈ ഒപ്പം 2 കൂട്ടുകാരുണ്ടായിരുന്നു ഈ 19-കാരൻ്റെ. അവർക്ക് കാര്യമായ പരിക്കില്ല. ഈ ബൈക്ക് മറിഞ്ഞതിനെ തുടർന്നുണ്ടായ പരിക്ക് മാത്രമാണുള്ളത്. അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു 19-കാരനാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അറിയേണ്ടതുണ്ട്. ഇന്നലെ അവിടെ മഴയുണ്ടായിരുന്നു. ആ മഴയിലാണ് ഈ മരം ഒടിഞ്ഞ് ബൈക്കിന് മുകളിലേക്ക് വീണ്, വൈദ്യുതി കമ്പിയിലേക്ക് വീണ്, പിന്നീട് ബൈക്കിന് മുകളിലേക്ക് വീണ് ഒരു ചെറുപ്പക്കാരൻ്റെ ജീവൻ നഷ്ടമാവുന്ന നിലയുണ്ടായത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരട്ടെ. വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് ഉമേഷ് ബാലകൃഷ്ണൻ. അത് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കും.